ഏറ്റവും നല്ല ഡയറക്ടറാണ്, ഒരു സംശയം വേണ്ട. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയാണ്, എന്തുകൊണ്ടും മികച്ച സിനിമ തന്നെയാണ്. പക്ഷേ ഇത് ചർച്ച ചെയ്യപ്പെടും. അതിൽ ഞാൻ പറഞ്ഞ അടിപൊളിയാണ്. നിവിൻ പോളി അടിപൊളിയാണ്, സായി കുമാർ അടിപൊളിയാണ്, ഹരിസുരേഷ് അവൻ അടിപൊളിയാണ്, നിശാന്ത് സാഗർ അടിപൊളിയാണ്. ചെയ്തേക്കുന്ന എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല സിനിമ തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയാണ്, ഒരു ഭരണ തുടർച്ച എന്തായാലും പിണറായി വിജയൻ തന്നെ ഉള്ളൂ, ഒരു ഭരണമാറ്റവും ഇല്ല. അതാ ഞാൻ പറയുന്നത്, കാണണം, ജനങ്ങൾ കാണണം. ഇത് രാഷ്ട്രീയ സിനിമയല്ല, രാഷ്ട്രീയ ചർച്ച ചെയ്യുന്ന സിനിമയാണ്, അത് കാണണം. അപ്പോൾ ഇത് കണ്ടിട്ട് വിലയിരുത്തട്ടെ, ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇത് സിനിമ കണ്ടുവെന്നും വെച്ചുകൊണ്ടൊന്നും മാറ്റമൊന്നും വരില്ല. ജനങ്ങൾ എന്തായാലും പിണറായി വിജയൻ തന്നെ. കാരണം നമുക്ക് പറയാൻ പറ്റുമല്ലോ, നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ട്, ഒരു തൻ്റെ ഇടമുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ട്. അവിടെ കാണിക്കുമ്പോൾ ഇവിടെ കാണിക്കാൻ പറയും, അങ്ങോട്ട് കാണിക്കാൻ പറയുമ്പോൾ ഇപ്പുറത്ത് കാണിക്കാൻ പറയും. അങ്ങനെ ഇല്ലല്ലോ, ഇവിടെ ഒരാളുണ്ട് നമ്മളെ മുമ്പിൽ. ആ ആൾക്ക് അല്ല, നിവിൻപോളി രാഷ്ട്രീയക്കാരന്റെ വേഷം നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ടല്ലോ. നിവിൻപോളി ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലേ? സഖാവ് ചെയ്തിട്ടില്ലേ? എത്രത്തോളം ഹിറ്റായി പടം? സഖാവ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഓടി? ഇതൊക്കെ ചരിത്രമല്ലേ, നമ്മൾ കണ്ടേക്കുന്ന സിനിമകളാണ്. രാഷ്ട്രീയ പടം നിവിൻപോളി ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടല്ലേ, ലാലേട്ടനെ പോലെ നല്ല ക്യൂട്ടായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരു നടനാണ് നിവിൻ പോളി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ സർവ്വമായൊക്കെ സിനിമ നമ്മൾ കണ്ടതല്ലേ. നിവിൻ പോളി അടിപൊളിയാണ്, ഒരു സംശയം. ലാലേട്ടൻ ഞാൻ അന്നും പറയണ്ടല്ലോ, ഞാൻ എന്നേ പറയുന്ന കാര്യമാണ്, ലാലേട്ടൻ കഴിഞ്ഞാൽ അടുത്ത ഒരു താരം നിവിൻ പോളി തന്നെയാണ്. ആസിഫ് അലി അല്ലെങ്കിൽ ടൊവിനോ പൃഥ്വിരാജ് ഒന്നും കൊള്ളില്ല എന്നല്ലേ പറയണേ. പക്ഷെ നല്ല ക്യൂട്ട്നെസ് ആയിട്ട് അഭിനയിക്കാൻ കഴിവുള്ള, നല്ല ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നു എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു നടൻ നിവിൻ പോളി തന്നെയാണ്, ഒരു സംശയം വിചാരിക്കണം. പക്ഷേ തിരിച്ചു വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത് ജനങ്ങൾ തീരുമാനിക്കണം. കാരണം ജനങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇനിയും ഇതിലും മികച്ച സിനിമകൾ എടുക്കണം. മനസ്സിലായില്ലേ? ഇതൊരു തിരിച്ചുവരവായിട്ട് എനിക്ക് പറ്റില്ല. ഇതിലും നല്ല രീതിയിലെടുത്ത സിനിമകൾ